തേൻ നെല്ലിക്ക വീട്ടിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. നല്ലവണ്ണം കഴുകി തുടച്ച നെല്ലിക്ക നമുക്ക് ആദ്യം 5 മിനിറ്റ് ആവിയിൽ വേവിക്കണം. ഞാൻ ഇന്ന് ഏകദേശം 250 ഗ്രാം നെല്ലിക്കയും 250 ഗ്രാം തേനുമാണ് ഉപയോഗിക്കുന്നത്. നെല്ലിക്ക നല്ലവണ്ണം ചൂടാറിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ തേൻ നെല്ലിക്ക ഉണ്ടാക്കുന്നത്. ആദ്യം ഒരു ലെയർ തേൻ ഒഴിച്ച ശേഷം നമുക്ക് നെല്ലിക്ക കുപ്പിയിലേക്ക് മാറ്റാം. അതിനുശേഷം ബാക്കിയുള്ള തേൻ കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഞാനിവിടെ തേൻ നെല്ലിക്ക അങ്ങനെ ലെയർ ആയിട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇതിൽ ഞാൻ കരയാമ്പൂ, ഏലക്ക, സിന്നമൺ സ്റ്റിക്ക് ഇവ കൂടി ചേർത്തിട്ടുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അതിട്ടാൽ മതി. ഇതെല്ലാം ഇട്ടതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം കാറ്റ് കയറാത്ത വിധം നമ്മളുടെ കുപ്പി അടച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുപ്പിയുടെ മൂടി അടച്ചതിന് ശേഷം നമുക്ക് ഒരു പ്ലാസ്റ്റിക് കവർ കൂടെ ഉപയോഗിച്ച് നല്ലവണ്ണം ചുറ്റിക്കെട്ടുന്നത് നല്ലതായിരിക്കും. ഇതിനുശേഷം ആദ്യത്തെ ഒരാഴ്ച നമുക്ക് ഈ നെല്ലിക്ക നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. ഒരു സ്പൂൺ ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ ഒന്ന് കാണിച്ചതിന് ശേഷം ഒന്ന് സ്റ്റെറിലൈസ് ചെയ്ത് ഇത് നമുക്ക് ദിവസവും ആ സ്പൂൺ കൊണ്ട് വേണം ഇളക്കേണ്ടത്. അല്ല എങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ എല്ലാം വരാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം ഒരു 3 മാസം കഴിയുമ്പോഴേക്കും നമ്മുടെ തേൻ നെല്ലിക്ക റെഡി ആയിട്ടുണ്ടായിരിക്കും. അതിനുശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ് ഡേ എടുത്ത വീഡിയോ ആണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നെല്ലിക്കയിൽ നിന്നുള്ള വെള്ളം കൂടി ഈ തേനിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.